എങ്ങനെയുണ്ട് മോർണിംഗ് വ്യൂ? ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ആവുന്നുണ്ടോ? ക്ലോസർ ലുക്ക് കാണിക്കാം. ഇതാണ് ഷിപ്പ് യാർഡ്. എനിക്കിന്ന് ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് തോന്നാറുണ്ട്. ഇങ്ങനെ ഷിപ്പ് യാർഡും ദൂരെ കടലും, ദൂരെയാണെങ്കിലും നമുക്ക് ആ കടലൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് റിയലി വെരി. സമയം എക്സാക്ട്ലി ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഈ ടൈമിൽ തന്നെ എണീക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഇതിന് നേരത്തെ എണീക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഒന്ന് എണീറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടൊക്കെ ഇന്നിപ്പോൾ ഈ ഇയർ എൻ്റെ ആവല്ലേ, അപ്പോൾ ഇന്ന് സംസാരിക്കാം. വെൽക്കം ടു അനദർ ഡേ, വെൽക്കം ടു അനദർ വ്ലോഗ്. സോ ഇന്ന് 2024 എൻ്റെ ആവുകയാണ്. ഇന്ന് 31 ഡിസംബർ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേ എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഡേ. ഇന്ന് എൻ്റെ ഫസ്റ്റ് മോളുടെ, അതായത് എൻ്റെ ഗൗതുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ ഇന്ന് ഗൗതു ഫ്ലൈ ചെയ്തിരിക്കുകയാണ് പാരീസിലേക്ക്. ഗൗതു പാരീസിലാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. സോ സിംപ്ലി ഞാൻ തമാശ പറഞ്ഞാണ്, കാരണം അവിടെ ആഘോഷിക്കാൻ ഒറ്റയ്ക്ക് പറ്റില്ല. ബട്ട് സ്റ്റിൽ ഷീസ് ഇൻ പാരീസ് ടുഡേ. സോ ഞാൻ ഇന്ന് അവൾക്ക് വേണ്ടി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എവറി ഇയർ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്യാറുണ്ട്. അവൾ എവിടെ, ലോകത്തിൻ്റെ ഏത് ഫോണിലായാലും എവിടെ പോവുകയാണെങ്കിലും ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലിവിടെ ഞാൻ കേക്ക് ഓർഡർ ചെയ്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അവൾ ഇന്നലെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് പോയത് കീ ബേബിയുടെ കൂടെ. ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. കാരണം അറിയാലോ, നമ്മളെ മോള് അമ്മയും മകളും ആയിരിക്കുന്നേക്കാൾ അവളൊരു അമ്മയാണെന്നുള്ളതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയത്. അവളൊരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേ ഡേയിൽ അവൾ മോളെ വിട്ടിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും, ജോലിയല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ അവളിപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ലീവ് എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം ന്യൂ ഇയർ ടൈമിൽ എന്തായാലും ഒരു ടൈമിലും അവൾക്ക് ലീവ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ടൈമിലും അവൾ ബർത്ത്ഡേക്ക് അധികം വീട്ടിലുണ്ടാവാറില്ല, ഇയേഴ്സായിട്ട് ഉണ്ടാവാറില്ല. പക്ഷേ അവളുടെ ബർത്ത്ഡേ നന്നായി ആഘോഷിക്കും. ഞാൻ അവൾക്ക് ബർത്ത്ഡേ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ എല്ലാം അതേപോലെ തന്നെയാണ്. ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തു, കേക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് ഞാനും യേശുവും ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്യും. നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്താണ്? നിങ്ങളെന്താണ് ന്യൂ ഇയർ പാർട്ടിക്ക് എവിടെയാണ് പോണത്? അപ്പോൾ ഞാനിവിടെ കൊച്ചി തന്നെയാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മളെ ഇയറിലേക്ക് കൊണ്ടെത്തിച്ചു. സോ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. ദൈവം നമ്മളെ എന്തിനെങ്കിലും നിയോഗിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ ലൈഫിൽ ഇയർ കാണാനും ഇയർ എൻ്റെ ഡേ വരെ നമ്മളുണ്ടാവാനും. ഇപ്പം അടുത്ത ഇയറിലേക്ക് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം ഇന്ന് സംസാരിച്ചാൽ മതി, നാളത്തെ കാര്യം നമുക്ക് നാളെ പറയാൻ പറ്റൂ. കാരണം അങ്ങനെയല്ലേ നമ്മുടെ ഈ ലോകം എന്ന് പറയണത്. ഈ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും നല്ല ഹാപ്പിയായി നമ്മുടെ 2024 എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എത്രയൊക്കെയോ ഗുഡ് തന്നു. നമ്മൾ വെറും ബാഡ് മാത്രം തിങ്ക് ചെയ്യണ്ട, എന്താ നമുക്ക് ബാഡ് വന്നതെന്ന്. പക്ഷേ നമുക്ക് എന്തൊക്കെ ഗുഡ് വന്നു എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് നല്ലത് നമ്മുടെ ലൈഫിൽ ഹാപ്പനായിട്ടുള്ളതെന്ന് അത് തിങ്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇയറിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങളൊക്കെ എന്താ റെസൊല്യൂഷൻ എന്തെങ്കിലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? ഇയർ എന്ത് ചെയ്യണം, എന്തായിരിക്കും നിങ്ങളുടെ ഈ ഇയറിൻ്റെ റെസൊല്യൂഷൻ? ചിലർക്ക് ഉണ്ടാവുമല്ലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, ഞാൻ ഇങ്ങനെയാണ്, ഇത്ര ടൈമിന് ഞാൻ എണീക്കും, ഞാൻ ഇത്ര ടൈമിനെ ഞാൻ ഉറങ്ങുള്ളൂ, ഈ ഓരോ ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തൊക്കെയാണ് എനിക്കും ഉണ്ട് കേട്ടോ
ഞാനും ചില റെസൊല്യൂഷനൊക്കെ ഞാനും മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഐശ്വര്യനോടും പറയും, കൗതിനോടും പറയും ഞാൻ എൻ്റെ റെസൊല്യൂഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇത്തവണ ഞാൻ നിങ്ങളോടൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തവണയും ഞാൻ റെസൊല്യൂഷൻ എടുക്കും, ഇതായിരിക്കും എൻ്റെ റെസൊല്യൂഷൻ എന്ന് ഞാൻ ഫസ്റ്റേ പറയും. പക്ഷെ അതിൻ്റെ ഒരു കാൽഭാഗം പോലും എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല. സോ ഇത്തവണ ഞാൻ എൻ്റെ റെസൊല്യൂഷൻ പറയുന്നതിലല്ല, അത് പ്രവർത്തിക്കുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തവണ ഞാൻ വിചാരിക്കണം അങ്ങനെ ചെയ്ത് നോക്കാം. ആരോടും ഞാൻ എൻ്റെ റെസൊല്യൂഷൻ പറയുന്നില്ല. ഞാൻ എന്നെ തന്നെ പ്രോമിസ് ചെയ്യാൻ, ഞാൻ എൻ്റെ എല്ലാ റെസൊല്യൂഷനും കംപ്ലീറ്റ് ആവണം. ഈ ഇയറിൻ്റെ റെസൊല്യൂഷൻ എന്താ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ. 2 hours later. ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ സമയം 2:30 ആയി. ഇത് കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ. ഇതിൽ 2:45 കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി 2:35 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പം ഉണ്ടാക്കി കഴിച്ചു രാവിലെ. ഇപ്പോൾ മെയ്ഡ് വന്നൊക്കെ ക്ലീനൊക്കെ ചെയ്ത് പോയി. ഇന്നിപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ അറിയാമല്ലോ ന്യൂ ഇയർ പാർട്ടി. ക്രിസ്മസ് ഞാനോട് മുന്നോട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ന്യൂ ഇയർ പാർട്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി നൈറ്റ് ഡിന്നർ ഔട്ടാണ്. അപ്പോൾ ഞാനൊരു വെജ് മീലാണ്. അപ്പോൾ ഞാൻ ഇന്നലെയും ആക്ച്വലി ഓർഡർ ചെയ്തിട്ടാട്ടോ കഴിച്ചു. ഇന്നലെ ഒരു വെജ് മീൽ ഊട്ടുപുരയുടെ കഴിച്ചു. മൈ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് ഐ മെൻഷൻഡ് ഏർലിയർ, ഊട്ടുപുര ആൻഡ് ആര്യാസ് പാർക്ക്. സോ ടുഡേ ഫ്രം ആര്യാസ് പാർക്ക്. സോ ഈ ഇയർ എൻ്റെ ആവുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വെജ് മീൽ കഴിച്ചും കൊണ്ടാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ റെസൊല്യൂഷൻസ് ഞാൻ പറയില്ല. അപ്പോൾ സോ മെനി റെസൊല്യൂഷൻസ് ഈസ് ഇൻ മൈ മൈൻഡ്. ഐ വിൽ നോട്ട് ടെൽ ദാറ്റ്. എനിക്ക് ആ റെസൊല്യൂഷൻസ് നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. സോ ഞാൻ ലഞ്ച് കഴിക്കട്ടെ. എനിവേ അത് കഴിഞ്ഞ് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് ഗൗതുവിൻ്റെ ബർത്ത്ഡേ എന്ന് അറിയാലോ, സ്പെഷ്യലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം. ഗൗതു പാരീസിലാണ് ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ. അവൾ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ഉറങ്ങാണ്. അത് കഴിഞ്ഞ് അവൾ നീട്ടിട്ട് ക്യൂനി വീഡിയോ കോളിൽ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ കഴിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു. നല്ല ലഞ്ചായിരുന്നു. പക്ഷേ ഇന്നലത്തെയും കമ്പയർ ചെയ്താൽ ഊട്ടുപുര തന്നെ ആയിരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം ക്വാണ്ടിറ്റി വൈസ് ആര്യസ് നല്ലതാണെങ്കിലും ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നി ഊട്ടുപുരയുടെയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായിരിക്കണം. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ഓൺലി. രണ്ടും കഴിക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ചെറിയൊരു പായസം ഉണ്ടായിരുന്നു. അപ്പോൾ 2024 ഒരു പായസം കഴിച്ചതന്നെ ഇപ്പോൾ എൻഡ് ചെയ്തു 2024. എനിവേ രാത്രി കഴിക്കാൻ പോവാണ്. എന്തായാലും ഡെസേർട്ടെല്ലാം കഴിക്കും. രാത്രി ആയാലും സ്വീറ്റ്സൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഡെയിലി കുറച്ച് വ്ളോഗ്സ് ഉണ്ട് ഞാൻ കാണുന്നത്, അതിരുന്ന് കാണുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ ബുൽബുലയ്യ കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടല്ലോ ബുൽബുലയ്യ. അതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബുൽബുലയ്യ 3. എല്ലാവരും പറയാം അത്ര നല്ല മൂവിയല്ല എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ടന്റ് വൈസ് എനിക്ക് അത്ര ഒരിത് തോന്നിയില്ല. അതിൽ പ്രത്യേകിച്ചൊരു സ്റ്റോറി അങ്ങനത്തെ ഒരു പ്രത്യേകിച്ചില്ല. പക്ഷെ എൻ്റർടൈനിങ് ആയിരുന്നു, കോമഡി ആയിരുന്നു. എനിക്ക് പൊതുവെ കോമഡി ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര സീരിയസ് ഹൊറർ അങ്ങനത്തെ മൂവീസിനൊക്കെ എനിക്ക് തോന്നും കോമഡി ആയിരിക്കും ബെറ്റർ. ഇതിപ്പോൾ നമുക്ക് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിച്ചിരിക്കാമല്ലോ എന്നുള്ള ഒരു ഇത്. സോ നന്നായിരുന്നു, നല്ല മൂവി ആയിരുന്നു, ടൈം പാസ് ആയിരുന്നു. സോ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല നെറ്റ്ഫ്ലിക്സിൽ വേറെ എന്തൊക്കെ വന്നു എന്നുള്ളത്. ഇതുവരെ കേക്ക് കട്ടിങ് ആയിട്ടില്ല. ഗൗതം ഇപ്പോഴും കിടന്നുറങ്ങാണ്. അവള് പാരീസിൽ നിന്നിപ്പോൾ എത്ര മണിക്കാണ് ലാൻഡായി എന്നറിയില്ല. മോർണിംഗ് ലാൻഡ് ആയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പം ഇതുവരെ ഉറങ്ങുകയാണ് അവൾ. എണീറ്റിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് റിപ്ലൈ ഒന്നും ഇതുവരെ തന്നില്ല. അതിൻ്റെ അടുത്ത് അവൾ ഉറങ്ങുമായിരിക്കും. സോ അവൾ ഉറങ്ങിയതിന് ശേഷം കിയുവിനെയും വിളിക്കാൻ ട്രൈ ചെയ്തു. അവളിപ്പോൾ ഉറങ്ങി ഉണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. എനിവേ ഗൗതു നീട്ട് കഴിയുമ്പോൾ ഗ്രൂപ്പ് കോളിൽ എടുക്കും. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കിയുവിനെയും ഗൗതുവിനെയും എല്ലാം വെച്ചിട്ട് നോർമലി ഞാൻ എല്ലാ ഇയറും ചെയ്യണ പോലെ തന്നെ. ഇതാണ് ഗൗതുവിന് നമ്മൾ ഓർഡർ ചെയ്ത കേക്ക്. സ്വിസ് ഫോറസ്റ്റ് കേക്കാണ്. ഇതിപ്പോൾ അടുത്തുള്ള കൊക്കോട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ തവണയും അധികവും കൊക്കോട്രീ ആണ് ഓർഡർ ചെയ്യാറ്. നല്ല കേക്ക്സ് ആണ് അവരുടെ. This is Swiss Forest cake.
Kiyu, we are blowing. I am going to blow the candle. Happy birthday to you. Happy birthday, dear Gugu. Happy birthday to you. May God bless you. Kiyu കാണില്ല. And bless you. May God bless you. Happy birthday, happy birthday, happy birthday to you. Okay, now you blow the blow the candle, blow the candle. Blow, Kiyu. Blow. Oh. Now cut the cake. Looks like my birthday is Gugu's birthday. Yeah. Happy birthday, Gaudu. Gaudu, happy birthday. Kiyu, happy birthday. Happy Mama's Day. Happy Gugu's Day. ഐശുവിന് കൊടുത്തു ഞാൻ. ഓക്കെ അയ്യാ വൺ പീസ്. For Kiyu. Kiyu, I am eating choco chips. See? Choco chips. ഗൗതുവിന്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കീ ബേബി എല്ലാവരും ഉണ്ടായിരുന്നു. കീ ബേബിയുടെ ലഞ്ച് ടൈം ആയിരുന്നു. സ്റ്റിൽ ഞങ്ങൾ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണ കേക്ക് നന്നായിട്ടുണ്ട്. എല്ലാവരും ഗൗതുവിനെ ബ്ലെസ് ചെയ്യണം. ഇന്നിപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിർത്താൻ പോവാണ്. കാരണം പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നുമില്ല. ഇതിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നത്, ഗൗതുവിന് കേക്ക് കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഗൗതു പുറത്തേക്ക് പോവും. സോ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. So enjoy the day, enjoy your new year, and next vlog il kaanna vare bye.